എൻ്റെ പേര് ടിൻഡു ഫ്രാൻസിസ്. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ആൻറ്റിയാണ്. എനിക്ക് സാക്ഷ്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ജനുവരി മാസത്തിൽ ആദ്യം മുതൽ എനിക്ക് ഓരോ അസുഖങ്ങളായിരുന്നു. ഫസ്റ്റ് മുണ്ടിനീര് വന്നു, പിന്നെ പനി വന്നു. അങ്ങനെ പനി വന്ന് പിന്നെ വയറുവേദന തുടങ്ങി. അപ്പം വയനാട്ടിലൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് സ്കാൻ ചെയ്തു, കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു. അപ്പം അതിൽ ഓവറിയിലൊരു സിസ്റ്റാണെന്ന് പറഞ്ഞു അവർ. അപ്പോൾ അതിന് നല്ല വലിപ്പം ഉണ്ടായിരുന്നു, ഒരു പൈനാപ്പിളിൻ്റെ അത്രയും വലിപ്പമായി. അപ്പം അവിടെ ചെയ്യാൻ പറ്റില്ല, കോഴിക്കോട് ഒരു വലിയൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. 15-ാം തീയതി രാവിലെ അവിടെ എത്തി വയനാട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കി ഡോക്ടർ എന്നോട് നേരിട്ട് പറഞ്ഞു എനിക്ക് ക്യാൻസറാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം പിന്നെ നിങ്ങൾക്കറിയാലോ, നമ്മുടെ മുഖത്ത് നോക്കി ക്യാൻസറാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഫുൾ ഔട്ടാവും. അങ്ങനെ അവർ പറഞ്ഞു MRI സ്കാനിങ് എടുക്കണം, അത് കഴിഞ്ഞ് കറക്റ്റ് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അപ്പം ഏത് സ്റ്റേജാ കാര്യങ്ങളൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്താണ് ആൻറ്റി എന്നെ എല്ലാവരും വിളിക്കുന്നുണ്ട്, പിന്നെ ഞാൻ ആര് വിളിച്ചാലും ഫോൺ എടുക്കില്ല. അപ്പോൾ ആൻറ്റി വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഒരു ആരാധന നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പങ്കെടുത്തു. 18-ാം തീയതി ആയിരുന്നു എൻ്റെ സർജറി പറഞ്ഞിരുന്നത്. അന്ന് രാവിലെ ഞാൻ അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഓവറിയിലൊരു സിസ്റ്റാണ്, കുറച്ച് അധികം വലിപ്പമുണ്ടെന്നാണ് പറഞ്ഞ. അച്ഛാ, ആ കൂടെ എനിക്ക് ക്യാൻസറാണെന്ന് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, ക്യാൻസർ ഒന്നുമല്ല, ആ സിസ്റ്റ് എടുത്ത് കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആൻറ്റീനെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അച്ഛട്ടാ, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ആൻറ്റീനോട് പറയുന്നത്, ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരാളോട് എന്താണേലും ഒരാൾ അത് തന്നെയാണെന്ന് പറയില്ലോ. അച്ഛൻ എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത്. അതിനുശേഷം 18-ാം തീയതി സർജറി കഴിഞ്ഞു. 19-ന് റൂമിലേക്ക് മാറ്റി. അന്ന് വൈകുന്നേരം ആയപ്പോൾ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ബയോപ്സിക്ക് അയക്കണം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം, ഏത് സ്റ്റേജാന്നൊക്കെ പറയാം, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. കുറേ പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു നെഗറ്റീവാന്ന് പറഞ്ഞു. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ചെന്നപ്പോഴേ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞതാണ് എനിക്ക് ക്യാൻസറാണ്, ഏത് സ്റ്റേജാണെന്നാണ് ഇനി അറിയേണ്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന ദൈവത്തിന് ഒരു കോടാനുകോടി നന്ദി പറയുന്നു. യേശുവേ സ്തുതി, യേശുവേ നന്ദി, ഹല്ലേലൂയ. പ്രാർത്ഥിച്ച അച്ഛനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഉറക്കെ കൈകൾ ഉയർത്തിയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ മക്കളെ. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ഒരു യാഥാർത്ഥ്യം അറിയാം, നമ്മളത് ബോധ്യമാണ്. ഈ ശാസ്ത്രം പ്രധാനപ്പെട്ടതാണ്, മരുന്നുകൾ പ്രധാനപ്പെട്ടതാണ്, ഫൈൻഡിങ്സ് കണ്ടുപിടുത്തങ്ങളൊക്കെ. പക്ഷേ അതിൻ്റെ ഒക്കെ മീതെ ഒരു കർത്താവ് ദൈവമുണ്ട് എന്നുള്ള സത്യം. കർത്താവ് അറിയാതെ, കർത്താവ് മനസ്സാകാതെ ഒന്നും സംഭവിക്കില്ല. ആ ദിവികാനത്തിൽ അങ്ങ് ആശ്രയിച്ചാൽ, ഇന്നത്തെ ആമുഖമായ വചനം അങ്ങനെയല്ല. കർത്താവ് ഉന്നതങ്ങളിൽ നിന്നും കൈ നീട്ടി പെരുവെള്ളത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു. ഈ പ്രതിസന്ധിയിൽ നിന്നും, ഈ വലിയ സങ്കടത്തിൽ നിന്നും, വിഷമത്തിൽ നിന്നും ഈ സഹോദരിയെ കർത്താവ് രക്ഷിച്ചതും അങ്ങനെ തന്നെയാണ്. അതേ ഡോക്ടർ തന്നെയാണ് പറഞ്ഞ് യാതൊരു പ്രശ്നവുമില്ല, റിസൾട്ട് മുഴുവനും നെഗറ്റീവാണെന്ന്. ഇങ്ങനെ അനുഗ്രഹിച്ച ദിവികാരനെ ഈശോയ്ക്ക് അത്ഭുതകരമായ രക്ഷയിലേക്ക് നയിച്ചതിന് കൈകൾ ഉയർത്തിയടിച്ച് സന്തോഷത്തോടെ ഉറക്കെ നന്ദി പറഞ്ഞ്